ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽ റവ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പാൽറവ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നെയ്യിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യിൽ തയ്യാറാക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ നെയ്യ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ അരക്കപ്പ് അളവിൽ നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും ഒരു കപ്പ് അളവിലാണ് നമുക്കിതിലേക്ക് റവ ആവശ്യമായിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ആ റവ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട്, അതായത് നമ്മുടെ ഈ നെയ്യൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ട് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റവ പാൽ കേക്കാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ റവയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞ് തുടങ്ങും കേട്ടോ. അതായത് നമ്മുടെ റവയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ റവയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി. അപ്പോൾ ആ പാൽപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത്രയും ലൂസായിട്ടിരുന്നത് പെട്ടെന്ന് തന്നെ അതങ്ങ് നമ്മുടെ ഈ പുട്ടുപൊടി പോലെ ഉണ്ടല്ലോ, അതുപോലെ അങ്ങ് മാറി തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് നേരെ തന്നെ നമ്മുടെ ഈ റവ മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ റവ മിക്സിലേക്ക് ഈ ഷുഗർ സിറപ്പ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ റവയും ഏകദേശം ചൂടുണ്ടാവും. അപ്പോഴത്തേക്കും തന്നെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ നമുക്ക് ഈ തരിതരിയായിട്ട് ഈ കാണുന്നതെല്ലാം ഇതൊന്ന് ക്രീമി ആയി തുടങ്ങും കേട്ടോ. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്രീമി ആയി തുടങ്ങും. ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തേക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒരു കുറുകിയ മട്ടാണുള്ളത്. ഈ ഒരു രീതിക്കല്ല, നമ്മുടെ ഈ നെയ്യെല്ലാം ഇങ്ങനെ ഇതിന് നമ്മുടെ ഈ റവയിൽ നിന്നും വിട്ട് തുടങ്ങും കേട്ടോ. അതായത് ഇങ്ങനെ ചെറുതായിട്ട് പിരിഞ്ഞു തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ നമ്മുടെ ഈ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിലെ എല്ലാ കട്ടകളും ഒന്ന് പോയിട്ട് ഈ ഒരു ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരികയാണ്. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ നെയ്യെല്ലാം ഒന്ന് പിരിഞ്ഞ് വരണം. ഇപ്പോൾ തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞ് തുടങ്ങും. ഈ ഒരു സമയം വരെ നമ്മൾ ഇളക്കണം കേട്ടോ. കുറച്ച് സമയം കൂടിയുണ്ട്. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം നേരത്തെ പോലെ തന്നെ ഇപ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നതിന് പകരം കുറച്ചും കൂടി ഒന്ന് ലൂസായി തുടങ്ങും. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിരിക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി കഴിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ്
നമ്മൾ ഇതിങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇത് തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ജോലി എന്ന് പറയുന്നതാണ് കേട്ടോ. കൈ നമ്മളിങ്ങനെ ഇട്ടിട്ടൊന്നും ഒരിടത്തേക്ക് പൊയ്ക്കളയരുത്, എങ്കിൽ പിന്നെ ഇതിൻ്റെ അടിഭാഗം എല്ലാം ഇങ്ങനെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ലതുപോലെ നമ്മുടെ ഈ റവയെല്ലാം ഒന്ന് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കി തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് പിരിഞ്ഞ് കിട്ടണം. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ തിളക്കേണ്ട ആവശ്യമില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം എന്നാൽ പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിട്ട് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരുപാട് സമയത്ത് ഇളക്കേണ്ട. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റിലേ ചെയ്യേണ്ട കാര്യമാണ് ട്രേ എല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അലുമിനിയം പാത്രത്തിലേക്കോ സ്റ്റീലിലേക്കോ എങ്ങനെയുള്ള ട്രേ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. വട്ടപാത്രം ആണെന്നുണ്ടെങ്കിൽ അതിലേക്കും വെക്കാവുന്നതാണ്. അടിയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലേക്കാണ് ഇതൊന്ന് മാറ്റിയിട്ടുള്ളത്. ഇത് മൈക്രോവേവ് സേഫ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. സാധാരണ ഗ്ലാസ് ബൗളിലേക്ക് നമ്മളിത് വെക്കരുത്, എങ്കിൽ പിന്നെ ഗ്ലാസ് പൊട്ടിപ്പോകും. ഇത്രയും നല്ല ചൂടല്ലേ. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാകാൻ വേണ്ടി വിടണം. ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റരുത്, ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാകും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചിട്ട് തന്നെ ആ റൂം ടെമ്പറേച്ചറിലാകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും നമുക്ക്. എന്നാൽ ശരി, കുറച്ച് സമയം ഒന്ന് പുറത്തിരിക്കട്ടെ. ഏകദേശം 1 മണിക്കൂറോളം നമുക്കിത് പുറത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇളക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ സൈഡിലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് അങ്ങനെ ഇളകി വരും. ഇതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ചെറിയ പീസായിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൽ റവ കേക്കാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ വിശേഷിച്ച ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു സ്വീറ്റൊക്കെ കൊടുക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ കൂടാതെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. ഏകദേശം 2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.